എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ അധ്യാപകൻ്റെ സവിശേഷതകളും ധർമ്മങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റോൾസ്. വിദഗ്ധനായ അധ്യാപകൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വിഷയത്തിലുള്ള പ്രാവീണ്യം അഥവാ സബ്ജക്റ്റ് മാസ്റ്ററി. പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുള്ളവനായിരിക്കണം ഒരു അധ്യാപകൻ. അതുപോലെ തന്നെ ആ നേടിയ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അറിവ് എങ്ങനെ കുട്ടികളിലേക്ക് ലളിതമായി എത്തിക്കാൻ കഴിയും, അതാണ് രണ്ടാമത്തേതായ ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒന്നാമത്തേത് വിഷയത്തിലുള്ള പ്രാവീണ്യം അഥവാ സബ്ജക്റ്റ് മാസ്റ്ററി. ഒരു വിഷയത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള മാസ്റ്ററി വളരെയധികം പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിനുള്ള അറിവ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഫലവത്തായിട്ടുള്ള രീതിയിൽ എഫക്റ്റീവായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ആശയവിനിമയ ശേഷി. മൂന്നാമത്തേത് ക്ഷമയും സഹാനുഭൂതിയും. ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഒരേ ശേഷികൾ ഉണ്ടാവണമെന്നില്ല. ആ ഒരു സ്റ്റേജിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും എല്ലാ കുട്ടികളോടൊപ്പം നിൽക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം അധ്യാപകൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പേഷ്യൻസ് ആൻഡ് എമ്പതി. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള മനോഭാവം ഉണ്ടാവണം. ഒരു സ്വേച്ഛാധിപതി ആയിരിക്കരുത് ഒരിക്കലും ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആവണം അധ്യാപകൻ. അടുത്തത് തുല്യനീതി അഥവാ ഫെയർനെസ്. ജാതി, മതം, ബുദ്ധിശക്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാതിരിക്കുക. ക്ലാസ്സിൽ ഒരു തരത്തിലുള്ള വിവേചനവും അധ്യാപകൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അദ്ദേഹത്തിന് തുല്യരായിരിക്കണം. എല്ലാവരും വിദ്യാർത്ഥികളാണ്. അവിടെ പഠനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പോലും അധ്യാപകനെ സ്വാധീനിക്കാൻ പാടുള്ളതല്ല. കാരണം ഓരോ കുട്ടിയുടെയും കുറവുകളും അല്ലെങ്കിൽ ഗുണങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങ് നൽകുക എന്നുള്ളതാണ് ഒരു വിദഗ്ധനായ അധ്യാപകൻ്റെ ഗുണം. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് വിഷയത്തിലുള്ള പ്രാവീണ്യം അഥവാ സബ്ജക്റ്റ് മാസ്റ്ററി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്ഷമയും സഹാനുഭൂതിയും, പേഷ്യൻസ് ആൻഡ് എമ്പതി. ലാസ്റ്റത് തുല്യനീതി അഥവാ ഫെയർനെസ്. ഇനി അധ്യാപകൻ്റെ റോൾസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫെസിലിറ്റേറ്ററാണ്, സ്കഫോൾഡറാണ്, ഗൈഡാണ്, എല്ലാം കൂടി ചേർന്നൊരു മെൻറ്ററാണ് ഒക്കെയാണ് ആ അധ്യാപകൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അധ്യാപകൻ ആസ് എ ഫെസിലിറ്റേറ്റർ. നമ്മുടെ NCF 2005 അനുസരിച്ച് അധ്യാപകൻ അറിവ് പകർന്നു നൽകുന്ന ആളല്ല, മറിച്ച് കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളാണെന്നാണ് NCF 2005 പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ മുൻകാല അറിവിനെ പുതിയ അറിവുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കണ്ണിയാണ് അധ്യാപകൻ. അതാണ് അവിടെ ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ അധ്യാപകൻ ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം കുട്ടികളെ സ്വയം അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാക്കിയെടുക്കുക. വെറുതെ ക്ലാസ്സിൽ ചെന്ന് നിന്ന് തുടക്കം തൊട്ട് ഒടുക്കം വരെയും അധ്യാപകൻ തന്നെ എല്ലാ നോളജും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ കഴിവ് വളർത്താനാവില്ല. കുട്ടികളെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നേരത്തെ അറിയാനുള്ള, വിദ്യാർത്ഥികൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായി പുതിയ കാര്യങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് സ്വയം ഒരു അറിവ് നിർമ്മിച്ചെടുക്കുന്ന ഒരു സജീവ പ്രക്രിയയിലേക്ക് കുട്ടികളെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ അധ്യാപകൻ്റെ ജോലി. അതുപോലെ തന്നെ കുട്ടികളുടെ ജിജ്ഞാസയും അന്വേഷണ തൃഷ്ണയും വളർത്തുന്നു. പഠന പ്രവർത്തനങ്ങളിൽ ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ഇതാണ് അധ്യാപകൻ ആസ് എ പഠന സഹായി അല്ലെങ്കിൽ അധ്യാപകൻ ഒരു പഠന സഹായിയായിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് വഴികാട്ടിയും ഉപദേശകനും, മെൻറ്റർ ആൻഡ് ഗൈഡ്. കുട്ടികളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വഴി കാണിച്ചു കൊടുക്കുന്ന ആളിനെയാണ് നമ്മൾ ഗൈഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഏത് ലക്ഷ്യത്തിലേക്ക് നീങ്ങണം, ഏത് വഴിയെ നീങ്ങണം എന്നൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് ശരിയായ ദിശ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഒരു ഗൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അവരെന്ത് ചെയ്യുന്നു? ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നു. അതേസമയം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഇതിൽ ഗൈഡൻസും കൗൺസിലിങ്ങും രണ്ടാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ കുട്ടിയുടെ കഴിവ് ഏതിലാണെന്ന് തിരിച്ചറിയുകയും ഏത് മേഖലയാണ് അടുത്ത് തിരഞ്ഞെടുക്കേണ്ടത്, അടുത്ത് ഏത് സ്ട്രീം പഠിക്കണം എന്നുള്ളതിന് ഒരു ഹെൽപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഗൈഡ് എന്ന് വിളിക്കാം. അതേസമയം കൗൺസിലർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഇമോഷണൽ ആൻഡ് മെൻ്റൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊരു താങ്ങായി വർത്തിക്കുന്നു. അതായത് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടായി നിൽക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാതാവുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്ട്രെസ്സോ നേരിടുന്ന സമയത്ത് അതിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന വ്യക്തിയാണ് കൗൺസിലർ. അതിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണ്, കുട്ടിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്ന കാരണം കണ്ടെത്തി അതിൽ നിന്നും കുട്ടിയെ പുറത്ത് കടക്കാൻ സഹായിക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് പില്ലറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കൗൺസിലർ. അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ എന്താണ് മെൻറ്ററിങ് അല്ലെങ്കിൽ മെൻറ്റർ എന്ന് പറയുന്നത്?
അവരുടെ ഇപ്പോൾ നമുക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ കഴിവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് എങ്ങനെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാം, ആ കഴിവ് എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും, അതിന് അധ്യാപകൻ അതിന് പ്രാപ്തനായിരിക്കണം. അത്തരത്തിലൊരു അധ്യാപകനെയാണ് നമ്മൾ മെൻറ്റർ എന്ന് വിളിക്കുന്നത്. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് മാതൃകയാവുകയും അവരെ അതിനെ പ്രാപ്തരാക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ മെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് അധ്യാപകൻ എങ്ങനെ ഒരു ഫെസിലിറ്റേറ്റർ ആകുന്നു, അത് കഴിഞ്ഞ് അധ്യാപകൻ ആസ് എ ഗൈഡ്, കൗൺസിലർ ആൻഡ് മെൻറ്റർ. ഇതിൽ അടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു കോട്ടാണ്, അധ്യാപകൻ കേവലം ഒരു പാഠപുസ്തകമല്ല. അതായത് വെറുതെ ക്ലാസ്സിൽ വന്ന് നിന്ന് ഒരുപാട് ഫാക്ട്സ് മാത്രം, ഡേറ്റ മാത്രം, ഇൻഫർമേഷൻ മാത്രം കൈമാറുന്ന വെറും ഒരു വ്യക്തിയല്ല അധ്യാപകൻ എന്ന് പറയുന്നത്. മറിച്ച് കുട്ടിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ശക്തിയാണ് അല്ലെങ്കിൽ വ്യക്തിയാണെന്ന് പറയുന്നത് അധ്യാപകൻ എന്ന് പറയും. അത്രയും പ്രാധാന്യം അധ്യാപകന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഉണ്ട്. അടുത്തത് സമൂഹത്തിൻ്റെ ശില്പി. നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്: ഫെസിലിറ്റേറ്റർ, മെൻറ്റർ, കൗൺസിലർ, ഗൈഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് അധ്യാപകൻ എങ്ങനെയാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറായിട്ട് മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാമിലിയിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തി രൂപീകരണം തുടങ്ങുന്നത്. കുടുംബത്തിൽ നിന്നും അവൻ അടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ആദ്യമായി ഇടപെടുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സ്കൂൾ തന്നെയാണ്, അല്ലെങ്കിൽ വിദ്യാലയം തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അടുത്ത് അവൻ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഒരു പൗരനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കാഴ്ചവെക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ശില്പി അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറായിട്ട് അധ്യാപകൻ എങ്ങനെ മാറുന്നു? എങ്ങനെയൊക്കെ മാറാം? കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങളും ജനാധിപത്യവും ബോധവും വളർത്തുന്ന ഒരു വ്യക്തിയായിട്ട് ആർക്ക് മാറാൻ കഴിയും? അധ്യാപകന് മാറാൻ കഴിയും. അപ്പോൾ കുട്ടികളിൽ മൂല്യബോധം വളർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന വ്യക്തിയാണ് അധ്യാപകൻ. അതുപോലെ തന്നെ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. നല്ലതേതാണ്, നീതി എന്താണ്, അനീതി എന്താണെന്ന് തിരിച്ചറിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നവനാണ് അധ്യാപകന്. ഭാവി പൗരന്മാരെ, രാജ്യത്തിന് പ്രയോജനകരമായ രീതിയിൽ പൗരന്മാരെ വാർത്തെടുക്കുന്ന ജോലിയും ആര് ചെയ്യുന്നുണ്ട്? അധ്യാപകൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് അധ്യാപകനെ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്ന് വിളിക്കാം. അധ്യാപകൻ സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ചാലക ശക്തിയാവണം. ഏജൻറ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അവരിൽ വീണ്ടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുത്തിനിറയ്ക്കുന്ന ശക്തിയായിട്ടല്ല, കൂടുതൽ മാറ്റത്തിനും മാറുന്ന ശക്തികളോട് അല്ലെങ്കിൽ മാറി വരുന്ന കാഴ്ചപ്പാടുകളോട് എങ്ങനെ സമീപിക്കണമെന്ന് കുട്ടികളെ തുടക്കത്തിലെ പ്രാപ്തനാക്കുന്ന വ്യക്തിയാണ് ആര്? അധ്യാപകൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. ഇനി അധ്യാപകൻ്റെ മനോഭാവവും തൊഴിൽപരമായ ധാർമ്മികതയും എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, അടുത്ത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, മൂന്നാമത്തേത് കണ്ടിന്യൂസ് ലേണർ, 4 പ്രൊഫഷണൽ എത്തിക്സ്. ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപകന് സ്വയം അധ്യാപകൻ്റെ വികാരങ്ങളെയും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണമെന്നുള്ള കഴിവും ഉണ്ടായിരിക്കണം. സോ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കാനും സമചിത്തതയോടെ പെരുമാറാനുമുള്ള കഴിവ് ഓരോ അധ്യാപകനും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലാസ്സിലെ എല്ലാ വ്യക്തികളോടും എല്ലാ വിദ്യാർത്ഥികളോടും ഒരുപോലെ പെരുമാറുന്ന വ്യക്തിയാവണം അധ്യാപകൻ. ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യപരമായ ഒരു ലീഡറായിരിക്കണം ആര്? ജനാധിപത്യ ലീഡറായിരിക്കണം അധ്യാപകൻ. ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപതി ആവാൻ പാടില്ല, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി കാണിക്കുന്ന പഠിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ നിറം കൂടിയോ അങ്ങനെ യാതൊരു തരത്തിലും ഉള്ള വിവേചനം കാണിക്കാത്ത വ്യക്തിയായിരിക്കണം അധ്യാപകൻ. കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകാനുമുള്ള മനോഭാവം അധ്യാപകനുണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്തോറും ഒരുപാട് ചേഞ്ചസ് നമ്മളെ പഠന രീതികളിലും അല്ലെങ്കിൽ പഠന ആശയങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന അറിവുകൾ നേടാനും സ്വയം പരിഷ്കരിക്കാനും തയ്യാറാവണം. എപ്പോഴും ഞാൻ ട്രഡീഷണൽ രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ നിൽക്കും എന്ന് തീരുമാനിക്കാതെ, അങ്ങനെ നിൽക്കാതെ സ്വയം പരിഷ്കാരങ്ങൾ നടത്തി പുതിയ അറിവുകൾ നേടാൻ തയ്യാറായിട്ടുള്ള ഒരു മനോഭാവമായിരിക്കണം അധ്യാപകന് ഉണ്ടായിരിക്കേണ്ടത്. നാലാമത്തേത് പ്രൊഫഷണൽ എത്തിക്സ്. തൊഴിലിനോടുള്ള കൂറും അച്ചടക്കവും കാത്തു സൂക്ഷിക്കുക വളരെ പ്രധാനമാണ്. ഒരു അധ്യാപകന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പ്രൊഫഷണൽ എത്തിക്സ് തന്നെയാണ്. അതിനകത്ത് തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന വലിയ ബ്രോഡ് ഏരിയയിൽ വരുന്നത് തന്നെയാണ്. ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയും ഡെമോക്രാറ്റിക് ലീഡർഷിപ്പും കണ്ടിന്യൂസ് ലീഡറും എല്ലാം. തൊഴിലിനോടുള്ള കൂറും അച്ചടക്കവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ എത്തിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് പുരോഗമനപരമായ അധ്യാപന രീതികൾ എന്തൊക്കെയാണ്? ജോൺ ഡൂയി മുന്നോട്ട് വെച്ച പുരോഗമന വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ്റെ പങ്കെന്ന് പറയുന്നത്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയിയാണ്. പുരോഗമനപരമായ അധ്യാപന രീതികളെന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ആ ആശയം മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ്റെ പങ്കെന്ന് പറയുന്നത് കുട്ടിയുടെ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
കുട്ടി കേന്ദ്രമായി വരുന്ന വിദ്യാഭ്യാസമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രവൃത്തിയിലൂടെ പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ്. ഇതും അദ്ദേഹത്തിൻ്റെ ജോൺ ഡൂയിയുടെ തന്നെ ആശയമാണ്, ലേണിംഗ് ബൈ ഡൂയിങ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്വയം കണ്ടെത്താനുള്ള അവസരം നൽകുക, ഡിസ്കവറി ലേണിംഗ്. പഠനത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കുക. വെറും ബുക്കിഷ് നോളജോ അല്ലെങ്കിൽ റോഡ് മെമ്മറൈസേഷനോ മാത്രമല്ലാതെ എങ്ങനെ പഠിച്ച കാര്യങ്ങൾ ജീവിതവുമായി ബന്ധിപ്പിക്കുക, അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും, പ്രാക്ടിക്കലി അവർക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ ഇത് ഉപയോഗിക്കണമെന്ന് എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അധ്യാപനത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കുട്ടിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. ആ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നത് ആര് തന്നെയാണ്? അധ്യാപകൻ തന്നെയാണ്. അധ്യാപകൻ്റെ പങ്ക് ഒട്ടും ചെറുതല്ല. പിന്നോട്ട് മാറിയിരിക്കുന്ന കുട്ടികളെയും വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ആക്റ്റീവായി ഉൾപ്പെടുത്തേണ്ടത് അധ്യാപകൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കാം. NCF 2005 അനുസരിച്ച് അധ്യാപകൻ്റെ പ്രധാന പങ്ക് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കർക്കശക്കാരനായ അധികാരി, വിവരങ്ങൾ നൽകുന്നയാൾ അഥവാ ഇൻഫർമേഷൻ പ്രൊവൈഡർ, പഠന സഹായി ഫെസിലിറ്റേറ്റർ, ആരുടെയും സഹായമില്ലാതെ പഠിക്കാൻ വിടുന്നയാൾ. കർക്കശക്കാരനായ അധികാരി ഒരിക്കലാവാൻ പാടില്ല. കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവണം. അവർക്കെല്ലാം ഷെയർ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഭയമില്ലാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിക്റ്റേറ്റർ അല്ല. വിവരങ്ങൾ നൽകുന്നയാൾ ഓഫ് കോഴ്സ് അധ്യാപകൻ ആര് തന്നെയാണ്? ഇൻഫർമേഷൻ പ്രൊവൈഡർ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല അധ്യാപകൻ. NCF 2005 അനുസരിച്ച് ഒരു പഠന സഹായിയാണ്, ഫെസിലിറ്റേറ്ററാണ് അധ്യാപകൻ. കുട്ടികളുടെ മുൻ അറിവുമായി പുതിയ അറിവിനെ ബന്ധിപ്പിച്ച് സ്വയം നോളജിനെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ. NCF 2005 അനുസരിച്ച്. അപ്പോൾ അവിടുത്തെ ഉത്തരം സി, ഫെസിലിറ്റേറ്റർ. രണ്ടാമത്തെ ചോദ്യം, അധ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നാണ്. 1 സിലബസ് തീർക്കുക, കുട്ടികളുടെ ചിന്താശേഷി വളർത്തുക, നല്ല മാർക്ക് വാങ്ങിപ്പിക്കുക, ക്ലാസ്സിൽ അച്ചടക്കം നിലനിർത്തുക. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം അധ്യാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നും കുറച്ചും കൂടി ചിന്തിച്ച് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന്. ഈ പറഞ്ഞ സിലബസ് തീർക്കുന്നതും കുട്ടികളുടെ ചിന്താശേഷി വളർത്തുന്നതും നല്ല മാർക്ക് വാങ്ങിക്കുന്നതും ക്ലാസ്സിൽ അച്ചടക്കം നിലനിർത്തുന്നതും ഒക്കെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തന്നെയാണ്. ഇതിൽ ഏറ്റവും ഉചിതമായി വരുന്നത് കുട്ടികളുടെ ചിന്താശേഷി വളർത്തുക. ബാക്കിയെല്ലാം അതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന സബ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ ചിന്താശേഷി വളർത്തുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് ഓഫ് എ ടീച്ചർ? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേറ്റ് എന്താണ് ഒരു ടീച്ചറിൻ്റെ? നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് കോമ്പീറ്റൻസ് ഇൻ ടീച്ചിങ് സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റിലുള്ള വിഷയത്തിലുള്ള ടീച്ചറിൻ്റെ അറിവ് അത് ആവശ്യമാണ്. പേഷ്യൻസ് അല്ലെങ്കിൽ സമാധാനം, ക്ഷമ ഇത് ആവശ്യമാണ്. പങ്ക്ച്വാലിറ്റി, നമ്മുടെ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സിൽ വരുന്നതാണ് പങ്ക്ച്വാലിറ്റി, അതും ആവശ്യമാണ്. അതുപോലെ തന്നെ ഗുഡ് എക്സ്പ്രഷൻ, എങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇത് 4 അത്യാവശ്യമാണ്. ഇവിടെയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് പേഷ്യൻസ് തന്നെയാണ്. കാര്യം പെഡഗോഗി, നമ്മൾ പഠിക്കുന്ന പെഡഗോഗി കോണ്ടെക്സ്റ്റിൽ കൂടുതൽ എംഫസൈസ് നൽകുന്നത് ഇമോഷണൽ ട്രേറ്റ്സിനെയാണ്. പ്യുവർ കണ്ടൻറ് നോളജ് ഓഫ് കോഴ്സ് വേണം. പക്ഷേ കണ്ടൻറ് നോളജിനോടൊപ്പം തന്നെ അതിലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, കാര്യം കുട്ടിയുടെ മാനസിക ചിന്ത, വികാരങ്ങളെ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് തന്നെ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി, പേഷ്യൻസ് ആണ്. ബാക്കി 3 ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പേഷ്യൻസ്. അടുത്ത ചോദ്യം, ജനാധിപത്യ അധ്യാപകൻ അഥവാ ഡെമോക്രാറ്റിക് ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെ പെരുമാറുന്നു? ഓപ്ഷൻ എ, കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പൂർണ്ണമായും അനുവദിക്കുന്നു. കുട്ടികളുമായി കൂടിയാലോചിച്ച് പഠന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നു. താൻ പറയുന്നത് മാത്രം കുട്ടികൾ കേൾക്കണമെന്ന് ശഠിക്കുന്നു. പഠനത്തിൽ യാതൊരു പങ്കും വഹിക്കാതെ മാറി നിൽക്കുന്നു. ഓപ്ഷൻ ഡി, അത് വായിക്കുമ്പോൾ നമുക്കറിയാം, പഠനത്തിൽ യാതൊരു പങ്കും വഹിക്കാതെ മാറി നിൽക്കുന്ന വ്യക്തിയല്ല അധ്യാപകൻ. അപ്പോൾ അതും കട്ട് ചെയ്യാം. സി, താൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് ശഠിക്കുന്നത് ആരാണ്? ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ലീഡറായിരിക്കും അല്ലെങ്കിൽ ടീച്ചറായിരിക്കും. അതുമല്ല. ഇനി ആ ഓപ്ഷൻ എ ആൻഡ് ബിയിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പൂർണ്ണമായും അനുവദിക്കുന്ന, ഇഷ്ടമുള്ളത് ചെയ്യാൻ പൂർണ്ണമായി അനുവദിക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇമ്മച്ചുവറാണ്. അവരിപ്പോൾ പഠന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് മറ്റ് പല കാര്യങ്ങളിലേക്കും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായും ഒരു കൊടുക്കില്ല, സ്വാതന്ത്ര്യം കൊടുക്കില്ല. ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ ബി തന്നെയാണ്. കുട്ടികളുമായി കൂടി ആലോചിച്ച് പഠന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗീവ് ആൻഡ് ടേക്ക്, അധ്യാപകന്മല്ല ഏറ്റവും അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, കുട്ടികളാണ് അതിൻ്റെ സെൻറ്റർ. അതിനൊരു സ്ട്രോങ് പില്ലറായിട്ട് വർത്തിക്കുന്ന ആളാണ് അധ്യാപകൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ എന്ത് ചെയ്യുന്നു? പഠന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുകയും പഠനം എന്ന പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. ഇനി ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കില്ലുകൾ എന്തൊക്കെയാണ്?
പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അധ്യാപനത്തിൽ. നമ്മൾ നേരത്തെ ഫേസസിലൊക്കെ പറഞ്ഞിരുന്നു അധ്യാപനത്തിന് മുന്നേയും അധ്യാപനം നടക്കുമ്പോഴും അധ്യാപനത്തിന് ശേഷവും ഒക്കെ പ്ലാനിങ് നടക്കുന്നുണ്ട്. പാഠഭാഗങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയാണ് പ്രധാനമായും പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫീഡ്ബാക്ക്. കുട്ടികളുടെ പ്രകടനത്തെക്കുറിച്ച് പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുക. എപ്പോഴും കുട്ടികൾ ക്ലാസ്സിൽ ആൻസറുകൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ കൂടിയും അവരുടെ ആ ശ്രമത്തിനെ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, നല്ല ചിരിയോ അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊരു വാക്കോ ഒരു പാറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തലോടലോ അല്ലെങ്കിൽ ഒരു കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് ഒരു വെർബലി പറയുന്നതോ പോലും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അവരെ അത് നാളെ വീണ്ടും പഠനത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രചോദനം നൽകും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിസിഷൻ മേക്കിംഗ്. ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് ക്രൂഷ്യലായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങളിലെല്ലാം അധ്യാപകൻ്റെ തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അധ്യാപകൻ്റെ ഒരു സ്കില്ലാണ്. പ്രത്യേകിച്ച് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കില്ലുകളാണ് പ്ലാനിങ്, ഫീഡ്ബാക്ക്, ഡിസിഷൻ മേക്കിംഗ്. മികച്ച ഒരു ക്ലാസ് റൂം മാനേജർ കുട്ടികൾക്ക് ഭയമില്ലാതെ പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന വ്യക്തിയായിരിക്കും. ഡെമോക്രാറ്റിക് ലീഡറാണെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പോസിറ്റീവ് പഠന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. കുട്ടികളെ എപ്പോഴും ഭയത്തോടെ നോക്കിക്കാണുന്ന വ്യക്തിയാവരുത് അധ്യാപകൻ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അവസാനം ചെന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും, പറയാൻ പറ്റുന്നൊരു ഡെമോക്രാറ്റിക് ലീഡറാവണം അധ്യാപകൻ. ഇനി നമ്മൾ ഈ എക്സാമിൻ്റെ ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സെലക്ട് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന 4 അതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരും. പക്ഷേ തന്നിരിക്കുന്ന 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഗുണകരമാവുന്ന പോസിറ്റീവ് ഓപ്ഷനുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ റോഡ് ലേണിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്നതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കി കളയണം. അതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാഠ്യ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് റോഡ് ലേണിംഗ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ എപ്പോഴും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ട് വരുന്ന ഓപ്ഷനുകൾക്കാണ്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്